ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിബീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. തിരക്കിട്ട ജീവിതത്തിനിടയ്ക്ക് യാത്രകൾ പോകുന്നത് നല്ലതാണ്. അതെല്ലാവരുടെയും സ്വപ്നവുമാണ്. എല്ലാ യാത്രകളും പുതിയ പുതിയ അറിവിനൊപ്പം നമ്മുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷവും സമാധാനവും നൽകുന്നു. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തേക്കടി ബോട്ടിങ്ങിനാണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്താണ് നമ്മുടെ ഈ ബോട്ടിംഗ് സൗകര്യമുള്ളത്. തേക്കടിക്ക് പോകുന്ന വഴിക്ക് വണ്ടമേട്ടിൽ ഒരു വലിയ ഗണപതിയുടെ സ്റ്റാച്യു ഉണ്ട്. ഇവിടെ ഒരുപാട് സഞ്ചാരികൾ വണ്ടി നിർത്തി ഇറങ്ങുന്നത് പതിവാണ്. ബോട്ടിംഗ് സ്പോട്ടിലേക്ക് നമ്മുടെ വാഹനം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇവിടെ ഒരു നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. 80 രൂപ കൊടുത്ത് ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ സാധിക്കും. പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്തേക്ക് ഇവിടെ നിന്നും ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. അഡൽട്ടിന് 50 രൂപയാണ് ബസ് ചാർജ് വരുന്നത്. ഏകദേശം 2 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്യണം നമുക്ക്. വേണമെങ്കിൽ നടന്നും പോകാം. ഒരുപാട് ഫോറിനേഴ്സൊക്കെ നടന്നു പോകുന്നതും നമുക്ക് ഓൺ ദ വേ കാണാൻ സാധിക്കും. പോകുന്ന വഴിക്ക് മൃഗങ്ങളെയൊക്കെ കാണുവാണെങ്കിൽ ഡ്രൈവർ വണ്ടിയൊക്കെ നിർത്തി അത് കാണാനുള്ള സൗകര്യമൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. ഇടുക്കി ജില്ലയിലെ പെരിയാർ ടൈഗർ റിസർവിലാണ് തേക്കടി സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണത്തെ തുടർന്നുണ്ടായ തടാകത്തിലെ ബോട്ടിംഗ് ആണ് ഇവിടുത്തെ പ്രത്യേകത. ആന, മ്ലാവ്, കാട്ടുപന്നി, മാന്, കാട്ടുപോത്ത് തുടങ്ങിയ വിവിധതരം മൃഗങ്ങളെ കാണാൻ സാധിക്കും. ഇവിടെ നിരവധി കുരങ്ങുകളുണ്ട്. ഇതിൻ്റെ ശല്യം ശരിക്കും ഭയങ്കരമാണ്. നമ്മുടെ കയ്യിൽ ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാക്കറ്റുകൾ, അതുപോലെ മൊബൈൽ ഫോണ്, ബാഗ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിപ്പോകും. ഇവിടെ നിന്നുമാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ബോട്ടിങ്ങിനുള്ളത്. ഒരു ദിവസം 5 ട്രിപ്പുകളാണ് ഉള്ളത്. 7:30-ക്കും 9:30-ക്കും 11:15-നും 1:45-നും പിന്നെ 3:30-ക്കും. 250 രൂപയാണ് 1.5 മണിക്കൂറുള്ള ഈ ബോട്ടിങ്ങിൻ്റെ ഒരാൾക്കുള്ള ചാർജ്. ഈ ബുക്കിംഗ് കൗണ്ടറിൻ്റെ സൈഡിലുള്ള ഒരു അപ്പർ ബെർത്തിൽ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ്. ബോട്ടുകളും തടാകവും കാടും അപ്പുറത്ത് മൃഗങ്ങളെയൊക്കെ ഇടയ്ക്ക് കാണാൻ സാധിക്കും. ഇതൊരു വെയിറ്റിംഗ് ഏരിയയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ ടേണിന് വേണ്ടി, അവരവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് ഈ കാണുന്ന എല്ലാവരും. ഒരു 3-4 ബോട്ട് ഒന്നിച്ചാണ് ഒരു ട്രിപ്പ് പോകുന്നത്. അത് പോയി ഒരു 1.5 മണിക്കൂറിന് ശേഷമേ അടുത്ത ട്രിപ്പ് പോകത്തുള്ളൂ. അതുവരെ നമുക്ക് അതിന് ചുറ്റും നടന്ന് കാണുകയോ മറ്റു സ്പോട്ടുകളിലൊക്കെ പോയി നമ്മൾ ബുക്ക് ചെയ്ത ടൈം ആകുമ്പോഴത്തേനും വന്നാൽ മതി. നെക്സ്റ്റ് ട്രിപ്പിനുള്ള ടൈം ആകുമ്പോൾ എല്ലാവരും ഇതുപോലെ ഇറങ്ങി ബോട്ടിലേക്ക് നടന്ന് കുറച്ച് നടക്കാനുണ്ട്. സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി നല്ല കാഴ്ചകളൊക്കെയാണ് ഈ പോകുന്ന വഴിക്ക് തന്നെ. പണ്ട് ഓളങ്ങളെല്ലാം കീറി മുറിച്ചുകൊണ്ട് വെള്ളത്തിലൂടെ ഓടി തിമിർത്ത് നടന്നവന്മാരാണ് ഈ കിടക്കുന്നത്. ഇതിപ്പം അണ്ടർ റിപ്പയറാണ്. ഇതാണ് നമുക്കുള്ള ബോട്ട്, ജലയാത്ര.
ബോട്ടിനകത്ത് എല്ലാവർക്കും സേഫ്റ്റി കോട്ട്സ് ഒക്കെ ഉണ്ട്. ഫ്ലോട്ടിംഗ് കോട്ട് എന്നൊക്കെ പറയുന്ന പോലെ അതെല്ലാവർക്കും ഉണ്ട്. അതെല്ലാവർക്കും ഇട്ട് സേഫായിട്ടൊക്കെ ഇരിക്കാം. എന്നിട്ട് എല്ലാ ബോട്ടുകളും ഒരേ സമയത്ത് തന്നെയാണ് യാത്ര പോകുന്നത്. ബോട്ടിങ്ങിനിടയ്ക്ക് ഇത് നല്ലൊരു കാഴ്ചയാണ്. നട്ട് വളർത്തിയതാണോ തനിയെ കിളത്താണോ ഒന്നും അറിയത്തില്ല, പക്ഷേ നല്ല പൂമരങ്ങളാണ്. പിന്നെ ഈ വെള്ളത്തിനെ തേക്ക് കുറ്റികൾ, മരക്കുറ്റികളും അതിന് മുകളിൽ ഇരിക്കുന്ന കുറേ കിളികളെയും കാക്കകളെയും കൊക്കുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നല്ല രസങ്ങളാണ്. ഇവിടെ ഒരു റിസോർട്ടുണ്ട്. ഈ റിസോർട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഈ ബോട്ടിൽ തന്നെ എത്തിക്കുന്നത്. ഇങ്ങോട്ട് വേറെ റോഡുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ നമ്മുടെ ഈ ബോട്ടിൽ നിന്നും അവർ കുറേ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്തായിരുന്നു. വന്ന വഴിക്ക് നമ്മൾ കുറേ കാട്ടുപോത്തുകളെ കണ്ടിരുന്നു. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന വലിയ സൈസ് നല്ല മുഴുത്ത കാട്ടുപോത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വരെയാണ് ഈ ബോട്ടിംഗ് സർവീസ് ഉള്ളത്. ഇവിടെ വന്ന് ഒന്ന് റൗണ്ട് എടുത്ത് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1.5 മണിക്കൂറത്തെ ബോട്ടിങ്ങിന് ശേഷം തിരിച്ച് പോയ ആ സ്ഥലത്ത് തന്നെ വന്ന് ഇറങ്ങുകയാണ്. ഒരാൾ ഇറങ്ങി എല്ലാം വലിച്ച് കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. എല്ലാവരും അവരവരുടെ ലൈഫ് ജാക്കറ്റൊക്കെ ഊരി വെച്ച് ലൈനായിട്ട് ഇറങ്ങിപ്പോകാനുള്ള തിരക്കിലൊക്കെയാണ് ഇപ്പോൾ. ഇതാണ് നമ്മുടെ ഡ്രൈവർ ക്യാപ്റ്റൻ്റെ ക്യാബിൻ, സീ ക്യാപ്റ്റൻ എന്നൊക്കെ നമുക്ക് പറയും. അങ്ങനെ എല്ലാവരും ഒരു അടിപൊളി ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ പോകുന്നൊരു കാഴ്ച നമ്മളെ കാണുന്നത്. അപ്പോൾ നമ്മളും ശരിക്കും എൻജോയ് ചെയ്തു. നല്ലൊരു ബോട്ടിംഗ് ആയിരുന്നു, നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു. സീ യു നെക്സ്റ്റ് വീഡിയോ.